വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് ഒരു പ്രശ്നവുമല്ല SFI നേതാക്കന്മാർക്കാണെങ്കിൽ കാലടി സർവകലാശാലയിൽ അത് കാര്യവുമല്ല. SFI മുൻ നേതാവ് വിദ്യയ്ക്ക് ഇനി ഗവേഷണം തുടരുകയും ചെയ്യാം. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യയുടെ PhD പഠനം തുടരാമെന്ന് കാലടി സർവകലാശാല. വിദ്യയ്ക്ക് പഠനം തുടരാൻ തടസ്സങ്ങളില്ലെന്ന് സർവകലാശാല നിയമിച്ച ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകി. കെ പ്രേംകുമാർ അധ്യക്ഷനായ സിൻഡിക്കേറ്റ് സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അടുത്ത അക്കാദമിക് കൗൺസിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകി കോളേജിൽ അധ്യാപക നിയമനം നേടാൻ ശ്രമിച്ചതും ഗവേഷണവും പഠനവും തമ്മിൽ ബന്ധമില്ലെന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. സർവകലാശാലയ്ക്ക് പുറത്തു നടന്ന പ്രവൃത്തിയുമായി ഗവേഷണത്തെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. ഗവേഷണം തുടരാൻ അനുമതി തേടി വിദ്യ സർവകലാശാലയ്ക്ക് കത്ത് നൽകിയിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിലാണ് വിദ്യക്കെതിരെ പോലീസ് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് വിദ്യക്കെതിരെ ചുമത്തിയത്. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായി ജോലി നേടാനാണ് മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പലാണ് പോലീസിന് പരാതി നൽകിയത്. SFI നേതാക്കന്മാർക്ക് സർട്ടിഫിക്കറ്റ് പോലും വേണമെന്നില്ല. സർവകലാശാലകളിൽ ഇപ്പോൾ ഗവേഷണം തുടരാനും ജോലിക്ക് കയറാനും. ചിന്തയുടെ PhD സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടതാണ്. പല സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളിൽ മിക്കതും SFI നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതിൽ PSCയുമായി ബന്ധപ്പെട്ടു പോയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇതെല്ലാം കാണിക്കുന്നത് SFI നേതാക്കന്മാർക്ക് ഇവിടെ സ്വൈര്യവിഹാരം നടത്താം, അവരെന്ത് ചെയ്താലും അതൊരു കുറ്റമല്ല എന്ന് തന്നെയാണ്. വിദ്യയ്ക്ക് നല്ലൊരു ഡോക്ടറാകാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുമായി ഇനിയും അരങ്ങ് തകർക്കാം.